സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഒരു ഇൻഫർമേഷനായിട്ട് മാത്രം കരുതുക. ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ പരവൂര് കാപ്പിൽ ബീച്ചിലൊക്കെ പോയായിരുന്നു. അതിനുശേഷം വർക്കല ബീച്ചിലൊക്കെ പോയിട്ട് തിരികെ വരുമ്പോൾ ഒരു ഫയർഫോഴ്സിൻ്റെ ചെറിയ വാഹനം ചീറിപ്പാഞ്ഞ് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും അതിനെ തൊട്ട് പിന്തുടർന്ന് വന്ന് നേരെ നിന്നത് കാപ്പിൽ ബീച്ചിലാണ്. കാപ്പിൽ ബീച്ചിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ നിൽക്കുന്നു. അപ്പോൾ കാര്യം അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, അവർ വന്ന വാഹനത്തിൻ്റെ ചാവി ആ ഒരു കല്ലിൻ്റെ ഇടയിൽ പോയി. അത് എങ്ങനെ ഇനി എടുക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഫയർഫോഴ്സ് വന്നാലൊന്നും അങ്ങനെ ആ ഒരു കല്ലിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കാൻ പറ്റത്തില്ല. ഓരോ കല്ലുകൾ കൊരുത്ത് കിടക്കുന്നതാണ്, അതും നല്ല ആഴത്തിലാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമമാണ് ഈ നടക്കുന്നത്. ഫയർഫോഴ്സുകാർ വന്നു, കല്ല് ആദ്യം ഒരു മാഗ്നറ്റ് കെട്ടി അടിയിലൊക്കെ ഇട്ട് നോക്കി, എന്നിട്ടും കിട്ടിയില്ല. പിന്നീട് അവർ ആ കല്ലുകൾ നീക്കാൻ നോക്കി. എന്ത് ചെയ്തിട്ടും ആ കല്ലുകൾ നീക്കാൻ പറ്റത്തില്ല. ഓരോ കല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊരുത്ത് കിടക്കുകയാണ്. അതുമാത്രമല്ല, കല്ലുകൾ അനങ്ങുമ്പോൾ ഈ ചാവി എവിടെയെങ്കിലും തങ്ങി നിൽപ്പുണ്ടെങ്കിൽ അത് ഊർന്ന് താഴേക്ക് പോകും. അതിൻ്റെ ആഴം നമുക്ക് അറിയാനും പറ്റുകയില്ല. അങ്ങനെ മാറ്റുകയാണെങ്കിൽ എല്ലാ കല്ലുകളും നമ്മൾ മാറ്റേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിക്കുക. നിങ്ങൾ ഫാമിലിയായിട്ടും കുട്ടികളുമായിട്ടൊക്കെ പോയി കഴിയുമ്പോൾ മാക്സിമം എല്ലാം ചാവി നമ്മൾ സേഫ് ആക്കുക. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ, മറ്റുള്ള ഉപകരണങ്ങളൊക്കെ നമ്മൾ വാഹനത്തിൽ വെച്ച് പൂട്ടിയതിന് ശേഷം മാത്രം വിനോദസഞ്ചാര കേന്ദ്രമായ സ്ഥലങ്ങളിലേക്ക് പോവുക. ഇതുപോലെ കല്ലിൻ്റെ വിടവിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും കിട്ടാൻ പറ്റില്ല. മൊബൈലൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ ഒരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് വരും. എത്രയും ഇളക്കി അതെടുക്കണമെന്നുണ്ടെങ്കിൽ വലിയൊരു കഷ്ടപ്പാടാണ്. ഫയർഫോഴ്സിന് അത്രയും തന്നെയുള്ള സാധനങ്ങളൊന്നും കാണത്തില്ല. പിന്നെ JCB ഒക്കെ വിളിക്കേണ്ടി വരും. അവർ വന്നാൽ പോലും നമുക്ക് ഇത് തിരിച്ച് കിട്ടണമെന്ന് ഉറപ്പുമില്ല. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. പിടിയിടാം. എടുക്കാം. വലിയ പാറയില്ല, എല്ലാം കൊരുത്ത് കിടക്കുന്ന പാറ. അതാണ്
അവിടെ തിരക്കൊക്കെ ആത്മാഗ്രഹത്തിൽ അവിടുന്ന് മാറിയില്ല അങ്ങനെ ഇരിക്കല്ലേ അങ്ങനെ വെച്ചോ ഒന്ന് ലൂസ് കയറൊന്ന് പതുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ചാവി കിട്ടിയില്ല. ആ താക്കോൽ കിട്ടാത്തതുകൊണ്ട് ഫയർഫോഴ്സും തിരിച്ച് മടങ്ങുകയാണ്. രാവിലെ നോക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ്.